കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രോജക്റ്റ് രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പ്രോജക്റ്റ് ഒരു അന്വേഷണത്തിൻ്റെ തലമുണ്ടതിന്. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് എന്ത്, എങ്ങനെ, എപ്പോൾ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി സൂക്ഷ്മമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ്റെ അന്വേഷണങ്ങൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഒരു അന്വേഷണ തലമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച് വീണ അന്നു മുതൽ, തൻ്റെ കണ്ണുകൾ തുറന്ന് ലോകം നോക്കാൻ തുടങ്ങിയ അന്നു മുതൽ തന്നെ ഈ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അവൻ നോക്കുമ്പോൾ കാണുന്ന പ്രകാശവിസ്മയങ്ങൾ, പ്രഭാതത്തിലെ സൂര്യോദയം, അസ്തമയം, പ്രകൃതിക്ഷോഭങ്ങൾ, കാറ്റ്, മഴ, മറ്റു തുടങ്ങിയ ഭക്ഷണ ലഭ്യത, കൊടിയ തണുപ്പ്, എല്ലാം അവൻ്റെ ജീവിതം, അതുപോലെ തന്നെ ഞാൻ എന്നുണ്ടായി, എൻ്റെ മരണം എന്താണ് ഈ ലോകം, ഞാൻ എവിടെയാണ് ജീവിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടായിരിക്കാം. ഈ അന്വേഷണങ്ങളിൽ നിന്നാണ് നമ്മുടെ എല്ലാ കണ്ടെത്തലുകളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, ഒരു പ്രശ്നം അവൻ്റെ മുന്നിൽ കൃത്യമായി രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഈ പ്രശ്നം ഉണ്ടാകുന്നതോടു കൂടിയാണ് എന്തുകൊണ്ട് എന്നുള്ള അന്വേഷണത്തിലേക്ക് അവൻ പോയിട്ടുണ്ടായിരിക്കുക. പലപ്പോഴും നമ്മുടെ മുന്നിലൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം, ഇതെന്തുകൊണ്ട് ഇങ്ങനെ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ മുമ്പ് നിങ്ങളോട് സൂചിപ്പിച്ചൊരു ഉദാഹരണമാണ്. നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ തൊട്ടാവാടിയുടെ ഇല തൊട്ട് നോക്കാറുണ്ട്. തൊട്ട് കഴിഞ്ഞ് വാടി കഴിയുമ്പോൾ നമുക്ക് സന്തോഷമായി, നമ്മളത് അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോകും. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ എത്ര സമയം കൊണ്ടാണ് ഈ തൊട്ടാവാടിയുടെ ഇല വീണ്ടും പഴയ പോലെ നിവർന്ന് നിൽക്കുക, പൂർവ്വസ്ഥിതി പ്രാപിക്കുക എന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ, ആ വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി ആ തൊട്ടാവാടിയുടെ അടുത്ത് ഇരുന്ന് സമയം നോക്കി എത്ര സമയം എടുക്കുന്നു എന്ന് നോക്കിയിട്ടുണ്ടാവാം. അത് ഒരാൾക്ക്, എല്ലാവർക്കും അത് പ്രശ്നമായി തോന്നിക്കൊള്ളണമെന്നില്ല. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തയാണ്, ഇത് എത്ര സമയം കൊണ്ട് തിരിച്ചു വരും. അപ്പോൾ അവിടെ ഒരു അന്വേഷണ ഘട്ടമുണ്ട് അവൻ്റെ മനസ്സിൽ. കാരണം ഇതൊരു പക്ഷേ 5 മിനിറ്റ്, 10 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ, അല്ലെങ്കിൽ കുറേ ദിവസം എടുക്കും, ഒന്നും അതിനറിയുണ്ടാവില്ല. പക്ഷേ മനസ്സിൽ വയ്ക്കുന്ന ആ ഒരു ചോദ്യം ഉണ്ടാക്കിയ പ്രശ്നം അവനെ വല്ലാതെ ഉലയ്ക്കുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്യും? ആ തൊട്ടാവാടി നിരീക്ഷിക്കാൻ സമയം കണ്ടെത്തുന്നു. അപ്പോൾ അതെങ്ങനെ നിരീക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ മെല്ലെ ഉയർന്നു വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ ഉദ്ദേശമുണ്ടായി, എനിക്ക് തൊട്ടാവാടി എത്ര സമയം കൊണ്ട് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു എന്ന് കണ്ടെത്തണം. അവൻ്റെ ഉദ്ദേശം അതാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? കൃത്യമായി അവൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമുണ്ട്. തൊട്ടാവാടിയെ തൊടണം, വാച്ച് നോക്കണം, എത്ര സമയം കൊണ്ട് തിരിച്ചു വരും നോക്കണം. ഇത്രയുള്ള അവിടെ പഠന രീതിയായി ബന്ധപ്പെട്ട് ഞാൻ പുലർത്തേണ്ട ഘട്ടങ്ങൾ ഇതൊക്കെയാണെന്ന് അവന് കൃത്യമായി അവൻ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരിക്കും മനസ്സിലെങ്കിലും. അതുപോലെ ചെയ്യും. അപ്പോൾ അവൻ പല സമയം, ഒരുപക്ഷെ 1, 2, 3 തവണ ചെയ്ത് പ്രവൃത്തി ആവർത്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ രേഖപ്പെടുത്തി വയ്ക്കുമ്പോഴാണ് ഒരു നിരീക്ഷണ പത്രിക രൂപപ്പെടുന്നത്. ഇങ്ങനെ രൂപപ്പെട്ടു വരുന്ന നിരീക്ഷണ പത്രികകൾ അവൻ അപഗ്രഥന വിധേയമാക്കിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനാലിസിസ് നിങ്ങൾ പറയുന്ന കാര്യം, അതിൽ നിന്നൊരു നിഗമനം ഉണ്ടായിട്ടുണ്ടാവാം, ഇത്ര സമയം കൊണ്ടാണ് തൊട്ടാവാടി പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് കുട്ടി അങ്ങനെ ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഒരു കാര്യം കുട്ടി മറ്റൊരാളോട് പറയുമ്പോൾ, അധ്യാപകനോടോ മറ്റുള്ളവരോടോ പറയുമ്പോൾ, അവർ ചോദിക്കും, നീ എവിടെ നിന്നിരുന്ന തൊട്ടാവാടിയാണ് തൊട്ടത്? പാറപ്പുറത്ത് നിൽക്കുന്നതായിരുന്നോ, വെള്ളം ഉള്ള സ്ഥലത്ത് നിൽക്കുന്നതായിരുന്നോ, വെയിലത്ത് നിൽക്കുന്നതായിരുന്നോ, തണലത്ത് നിൽക്കുന്ന തൊട്ടാവാടിയാണോ, അതല്ലെങ്കിൽ കാറ്റുണ്ടായിരുന്നോ, സൂര്യപ്രകാശം നേരിട്ട് ഏറ്റ സ്ഥലത്തുള്ള ചെടിയാണോ തുടങ്ങി ഒരുപാട്, അത് രാവിലെയാണോ, ഉച്ചയ്ക്കാണോ, സന്ധ്യയ്ക്കാണോ തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ചോദിക്കുമ്പോൾ അവൻ്റെ മുന്നിലേക്ക് പ്രശ്നം വീണ്ടും വിപുലപ്പെടുകയാണ്. അപ്പോൾ ഉടനെ മനസ്സിലായോ, അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഇത്? തൊട്ടാവാടി വാടാനെടുക്കുന്ന സമയം ഒരുപോലെ ആയിരിക്കുമോ? രാവിലെയും ഉച്ചയ്ക്കും, സന്ധ്യയ്ക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ വിവിധ സന്ദർഭങ്ങളിൽ, പക്ഷേ വെള്ളമുള്ളപ്പോൾ, മഞ്ഞുള്ളപ്പോൾ, കാറ്റുള്ളപ്പോൾ, ജലത്തിൻ്റെ അംശം കൂടുമ്പോൾ, അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പാറപ്പുറത്തുനിന്ന് ചെടിയായാലും വേണ്ടില്ല, മറ്റു നിൽക്കുന്ന തൊട്ടാവാടിയാണെങ്കിലും വേണ്ടില്ല,
വെള്ളം ഒഴിച്ചും ഒഴിക്കാതെയും ഒക്കെ നോക്കേണ്ടി വരും. ഒരുപക്ഷെ അതിൻ്റെ പൂർണ്ണമായൊരു കണ്ടെത്തൽ നടത്തണമെങ്കിൽ ഒരു വർഷത്തോളം വിവിധ കാലാവസ്ഥകളിൽ വിവിധ സമയത്ത് വിവിധ ഘടകങ്ങൾ, വെള്ളമടക്കമുള്ള ഘടകങ്ങളിൽ മാറ്റം വരുത്തിയൊക്കെ ഈ വ്യക്തി നിരീക്ഷിക്കേണ്ടി വരാം. അങ്ങനെ വരുമ്പോൾ അതൊരു പൂർണ്ണമായ പഠനമായി അവൻ്റെ മുന്നിൽ കണ്ടെത്തലുണ്ടാവുകയാണ്. ആ നിരീക്ഷണ പത്രികയുടെ ഒരു ഘടന ആലോചിച്ച് നോക്കൂ. അത് ചൂടുള്ള സമയത്ത് പ്രകാശമേൽക്കുമ്പോൾ, പ്രകാശമേൽക്കാത്തപ്പോൾ, വെള്ളം ഒഴിച്ചും വെള്ളം ഒഴിക്കാതെ ഇത്രയും കള്ളികളിലൂടെ അതൊക്കെ രേഖപ്പെടുത്തി, അതൊക്കെ നിരീക്ഷിച്ച് അപ്പോൾ ഉണ്ടാകുന്ന സമയം വ്യത്യാസങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി പോകുമ്പോഴായിരിക്കും അത് വലിയൊരു അപഗ്രഥനത്തിനുള്ള പട്ടികയായിട്ട് മാറും. അപ്പോൾ അതൊരു സ്വന്തം ആ കുട്ടിയുടെ പഠനമായിട്ട് വരികയാണ്. ഈ തനതായിട്ടുള്ളൊരു കണ്ടെത്തലാണത്. ഇതുവരെ ശാസ്ത്രജ്ഞന്മാർ പലതും കണ്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാൾ ആദ്യമായിട്ട് കണ്ടെത്തുന്നൊരു കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അറിവാണ്. പക്ഷേ ഇത് കൃത്യമായി ചെയ്തൊരു വ്യക്തിക്ക് ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു വലിയ ഒരു ലേഖനമായിട്ട്, ശാസ്ത്രലേഖനമായിട്ട് ഏതെങ്കിലും ശാസ്ത്ര മാസികകളിൽ നമുക്ക് അയച്ചു കൊടുക്കാം. ഒരുപക്ഷെ അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർ ഇത് വിശകലനം ചെയ്തുകൊണ്ട് ആ കുട്ടി മുന്നോട്ട് വെച്ച പ്രശ്നം, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ പരികല്പനകൾ, അതുപോലെ തന്നെ അത് മുന്നോട്ട് പോയ ഘട്ടങ്ങൾ, പറഞ്ഞ പഠന രീതി കൃത്യമായിട്ടായിരുന്നു, അതിൻ്റെ അപഗ്രഥനം കൃത്യമായിരുന്നു എന്നൊക്കെ വിശകലനം ചെയ്യുമ്പോൾ ഇത് ശാസ്ത്രലോകം അംഗീകരിക്കുന്നൊരു പഠനമായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നത്തിൽ നിന്നാണ് ഒരു പഠനം ഉണ്ടായതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വാടിയ തൊട്ടാവാടി എത്ര സമയം കൊണ്ടാണ് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത്. ഉടൻ തന്നെ അതുപോലെ തന്നെ ആരോഗ്യവാനായ ഒരാളുടെ ശ്വസന നിരക്ക് എത്രയാണ് നിങ്ങളോട് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ 70, 72 എന്നൊക്കെ പറയും. നമുക്ക് ഹൃദയമിടിപ്പ് അറിയാം, ശ്വസന നിരക്ക് ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. ഒരുപക്ഷെ ഒരു ഊഹം, പരികല്പന വയ്ക്കാം, അങ്ങനെ ഈ കണ്ടെത്തൽ നടത്താം. പൾസ് നിരക്കും പ്രായവും തമ്മിൽ ബന്ധമുണ്ടോ? ഇങ്ങനൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വന്നു വിചാരിക്കുക, ഒരാളുടെ മനസ്സിലേക്ക്. അപ്പോൾ അത് ഒരു കണ്ടെത്തലിലേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഉണ്ടാകുന്ന നമ്മളെ സ്പർശിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ഒരു അന്വേഷണത്തിന് പുറപ്പെടുന്നത്. അങ്ങനെയാണ് ആദ്യകാലത്ത് നമ്മൾ പറയുന്ന നിങ്ങൾ കണ്ടെത്തിയ എല്ലാ കണ്ടെത്തലുകളും ഇതുപോലെ ഏതോ ശാസ്ത്രജ്ഞന്മാരുടെ മനസ്സിലേക്ക് വന്ന കൊച്ചു കൊച്ചു ചോദ്യങ്ങളാണ്. അവർ അന്വേഷിച്ച് ചില പ്രശ്നങ്ങളായിട്ട് വന്ന ചോദ്യങ്ങളെ അന്വേഷിച്ച് പോയതിൻ്റെ ഫലമായാണ് നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇന്നത്തെ എല്ലാ കണ്ടെത്തലുകളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തൽ നടത്തുമ്പോൾ നമ്മൾ ശരിക്കും കടന്നു പോകുന്നൊരു ഘട്ടങ്ങളൊന്നും ആലോചിച്ച് നോക്കും. ഒരു പ്രശ്നം രൂപപ്പെടും, അപ്പോൾ ഒരു പരികല്പന രൂപീകരിക്കും, അത് വെച്ചൊരു പഠനം ഇതെങ്ങനെ കണ്ടെത്താം എന്നുള്ളൊരു ആസൂത്രണം നടത്തും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആസൂത്രണം നടത്തിക്കഴിഞ്ഞാൽ അതെല്ലാം ചെയ്ത് നോക്കി കുറേ വിവരങ്ങൾ കിട്ടും. ആ വിവരങ്ങളൊക്കെ കൃത്യമായി ശേഖരിക്കണം. ഈ വിവരങ്ങളെല്ലാം കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? അപഗ്രഥിക്കണം. ഒരു നിഗമനം ഉണ്ടാവും. സാധാരണയായിട്ട് എല്ലാ ശാസ്ത്രീയമായി ചെയ്യുന്ന എല്ലാ പഠനങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു ഘട്ടങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു കൃത്യമായ കണ്ടെത്തൽ നടത്തണമെങ്കിൽ, കണ്ടെത്തൽ നടത്തി എന്ന് പറയണമെങ്കിൽ ഒരുപാട് ചരങ്ങളെ നിയന്ത്രിക്കേണ്ടി വരും. ഞാൻ ആദ്യം പറഞ്ഞ തൊട്ടാവാടിയുടെ കഥ തന്നെ ആലോചിച്ച് നോക്കൂ. ആദ്യം കുട്ടി എത്ര സമയം കൊണ്ട് തൊട്ടാവാടി തിരിച്ചു വരുന്നു എന്നുള്ളത് മാത്രമേ, അല്ലെങ്കിൽ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതെന്ന് മാത്രം നോക്കി. ആ സസ്യം എവിടെ നിൽക്കുന്നതെന്നോ ഏത് സമയത്താണ് ഞാൻ നോക്കുന്നതെന്നോ, അല്ലെങ്കിൽ അതിനെ വേറെ കാറ്റോ വെയിലോ മറ്റ് ഘടകങ്ങൾ എന്തെങ്കിലും സ്വാധീനിക്കുന്നുണ്ടോ എന്നൊന്നും ആ കുട്ടി പരിശോധിക്കുന്നില്ല. പക്ഷേ പിന്നീട് എന്ത് വരും? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ അവൻ്റെ ചിന്തയിലേക്ക് വരുമ്പോഴായിരിക്കും ഒരുപാട് ചരങ്ങൾ, നമ്മൾ വേരിയബിൾസ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഇതൊക്കെ ഇതിന് സ്വാധീനിക്കുന്നുണ്ടോ എന്ന് വരും. അപ്പോൾ ഈ ചരങ്ങളെയൊക്കെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുത്തും വെള്ളം കൊടുക്കാതെയും, പ്രകാശം കൊടുത്തും കൊടുക്കാതെയും, കാറ്റ് ഇളകുന്ന സമയത്ത് എങ്ങനെയാണ്, അതുപോലെ തന്നെ മഞ്ഞുള്ള സമയം, അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവ്, സന്ധ്യ, ഉച്ചയ്ക്ക്, അതുപോലെ തന്നെ ഉച്ചതിരിഞ്ഞിങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാവിലെ ഒക്കെ തുടങ്ങി നമ്മൾ പല സമയങ്ങളിൽ, അതും വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ഇതുപോലെ തന്നെയാണോ? അപ്പം ഇത്രയും ചരങ്ങളെയാണ് നമ്മൾ കൃത്യമായി അത് പരിഗണിച്ചുകൊണ്ട് നിയന്ത്രിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോഴാണ് ആ പഠനം പൂർത്തിയാവുന്നത്. അപ്പോൾ ചരങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പഠനത്തിൽ വലിയ പ്രസക്തിയുള്ള കാര്യമാണ്. അപ്പോൾ ഏതൊരു വേദിയിൽ ചെല്ലുമ്പോഴും ഞാനിങ്ങനെ കാര്യം കണ്ടെത്തി എന്ന് പറയുമ്പോൾ കൃത്യമായി ഇന്ന ഘടകങ്ങളൊക്കെ ഇതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടല്ലോ, നിങ്ങളത് പരിഗണിച്ചു എന്നുള്ളൊരു ചോദ്യം പൊതുവെ വരും. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യതയോടുകൂടി ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോൾ ഒരു കൃത്യമായ കണ്ടെത്തൽ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഒരു ശാസ്ത്രീയ പ്രോജക്റ്റായിട്ട് വരണമെങ്കിൽ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ മാത്രമേ നല്ലൊരു കണ്ടെത്തലുണ്ടാവുന്നുള്ളൂ, ശാസ്ത്രീയമായ കണ്ടെത്തലായിട്ട് പറയാൻ കഴിയുള്ളൂ. കാരണം ചിന്തകന്മാരുടെയും ഇങ്ങനെയുള്ള ചെയ്യുന്ന ശാസ്ത്രത്തിൻ്റെ പ്രക്രിയ അവലംബിക്കുന്ന, അതുപയോഗിച്ച് കണ്ടെത്തൽ നടത്തുന്ന എല്ലാ വ്യക്തികൾക്കും ഇത്തരമായൊരു ഘട്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ലോകശാസ്ത്ര വേദിയിൽ നമുക്കറിയാം പല
ഒരു ശാസ്ത്രജ്ഞന്മാരുടെ സംഘടനകളും ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വിശകലനം ചെയ്ത പഠനങ്ങൾ മാത്രമേ നല്ല ശാസ്ത്ര മാസികകളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വരാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഒരു ശാസ്ത്രീയ പ്രോജക്റ്റ് എന്ത് എന്നുള്ളത് ഇതിൻ്റെ ആമുഖമായി പറഞ്ഞ കാര്യമാണ്. എന്ത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രോജക്റ്റ് എന്താണ്? പ്രോജക്റ്റിനെ കുറിച്ച് പല വ്യക്തികളും പല ഈ വിദ്യാഭ്യാസ വിചക്ഷണരും പറഞ്ഞ ചില നിർവചനങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഒരു വ്യക്തിയുടെ സ്വാഭാവികമായ ചുറ്റുപാടിൽ പൂർത്തീകരിക്കുന്ന പ്രശ്ന പരിഹരണ പ്രവർത്തനമായിട്ടാണ് സ്റ്റീവൻസൺ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായ ചുറ്റുപാട്, ക്ലാസ് എന്നർത്ഥമില്ല. എവിടെയാണോ ഈ പ്രശ്നം നമ്മൾ അനുവർത്തിക്കുന്ന പഠിക്കുന്ന ആ പ്രതിഭാസം നടക്കുന്നത് അവിടെയാണ് ആ പഠനം നടക്കുക. അപ്പോൾ ആ ഏത് സന്ദർഭം ഒരു പ്രകൃതി പ്രതിഭാസമാണെങ്കിൽ നമ്മൾ ആ പ്രതിഭാസം നടക്കുന്ന സ്ഥലത്തായിരിക്കും. അതെവിടെയാണെങ്കിൽ ആ ചുറ്റുപാടിൽ തന്നെയാണ് നമ്മൾ ആ പ്രശ്നം മനസ്സിലുണ്ടാവുന്നത്, പൂർത്തീകരിക്കുകയും ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് കിൽപാട്രിക്ക് പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമാണ്. സാമൂഹ്യ പരിസരത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെയും പൂർണ്ണ മനസ്സോടെയും പൂർത്തീകരിക്കുന്ന പ്രവർത്തനമായിട്ടാണ് പറയുന്നത്. അപ്പോൾ എവിടെയാണ് ഈ സാമൂഹ്യ പരിസരം എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു സസ്യമാണെങ്കിൽ പോലും അതിന് സാമൂഹ്യ പരിസരമുണ്ട്. നമുക്കൊക്കെയും സാമൂഹ്യ പരിസരമുണ്ട്. അപ്പോൾ സാമൂഹ്യ ഘടനയിൽ അത് എവിടെയാണോ ആ പ്രത്യേകം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമുള്ളത് ആ പരിസരത്തിൽ വെച്ചാണ് കാര്യം നടക്കുക. അപ്പോൾ അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. നമുക്ക് ഇന്ന കാര്യങ്ങൾ പഠിക്കണം. അതിനാണെങ്കിലോ മനസ്സിൽ പ്രശ്നമുണ്ടായതുകൊണ്ട് നമുക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. അപ്പോൾ പൂർണ്ണ മനസ്സോടെയാണ് നമ്മളെ ആ പ്രവർത്തനം പൂർത്തീകരിക്കുക. അപ്പം ഇങ്ങനെ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് സാധാരണ പ്രോജക്റ്റ് എന്ന് പറയുക. അവിടെ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള പിന്നിൽ നിന്നുള്ള നിർബന്ധങ്ങളില്ല. സ്വയമേ തൻ്റെ മനസ്സിലേക്ക് കയറി വന്ന ഒരു പ്രശ്നത്തെ അത് പരിഹരിക്കാതെ ഈ വ്യക്തിക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. അപ്പോൾ എവിടെയാണോ പ്രതിഭാസമെങ്കിൽ അതിനെ സൂക്ഷ്മമായ ഒരു പക്ഷിയാണെങ്കിൽ പോലും ഒരു പ്രതിഭാസം എന്തോ ആവട്ടെ, ആ സന്ദർഭങ്ങളിൽ എവിടെയാണോ ഉള്ളത് അവിടെ പോയി അതിനെ പൂർണ്ണമായി നിരീക്ഷിച്ച് എല്ലാ ഘടകങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അവ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സാമൂഹ്യ പരിസരമാവുന്നുണ്ട്, ലക്ഷ്യമുണ്ട്, അവിടെ പൂർണ്ണ മനസ്സുണ്ട്, അവിടെ പൂർത്തീകരിക്കുകയും ചെയ്യുക പ്രവർത്തനം, അല്ലാതെ തിരിച്ചു പോരില്ല അത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പ്രോജക്റ്റും സാധാരണ പറയുക. പ്രോജക്റ്റിന് ഒരുപാട് ലക്ഷണമുണ്ട്. അപ്പോൾ ഒരു പ്രശ്ന പരിഹരണ പ്രവർത്തനമായിരിക്കണം പ്രോജക്റ്റ്. കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കണം. പൂർണ്ണമായ പൂർണ്ണമായ മനസ്സോടുകൂടി അർപ്പണ മനോഭാവത്തോട് ചെയ്യുന്നൊരു പ്രവൃത്തിയായിരിക്കും ഇത്. സ്വാഭാവിക അന്തരീക്ഷത്തിൽ നടക്കുന്ന കാര്യമാണ്, സാമൂഹ്യ അന്തരീക്ഷത്തിൽ നടക്കുന്ന കാര്യമാണ്. യഥാർത്ഥ ജീവിതത്തെ വിദ്യാലയത്തിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ചെയ്യുന്നത് യഥാർത്ഥ ജീവിതത്തെ വിദ്യാലയത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരികയാണ്. കാരണം സ്കൂളിൻ്റെ ആ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും അവന് പഠനം പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പോൾ വിദ്യാലയം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം തന്നെ യഥാർത്ഥ ജീവിതവുമായി വളരെ ബന്ധിപ്പിക്കുന്ന ഒരു പഠന രീതിയായിട്ട് പ്രോജക്റ്റിനെ പറയാറുണ്ട്. പിന്നെ ഗുണകരമായ കൃത്യമായൊരു നേട്ടം ഈ പഠനം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടെത്തലോ ഒരു നേട്ടം നമുക്കുണ്ടാവണം. അത് ഗുണകരമായിരിക്കും ചെയ്യും, സമൂഹത്തിൻ്റെ നമുക്ക് നിലനിൽപ്പിനൊക്കെ ഗുണകരമായിരിക്കും. പലപ്പോഴും അത് പ്രായോഗിക പ്രശ്നപരിഹരണമായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ നിത്യജീവിതത്തിലെ പ്രയോഗത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നപരിഹരണമായിരിക്കും അത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധാരണ കുട്ടികളെ മനസ്സിലുണ്ടാകാവുന്ന അവർ പഠിക്കുന്ന പാഠങ്ങൾ വലിയ ശാസ്ത്രജ്ഞന്മാരൊന്നല്ലല്ലോ. നമ്മളെപ്പോഴും നമ്മുടെ പഠനം ആധാരമാക്കേണ്ടത് നമ്മൾ പഠിക്കുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുള്ള തുടർന്ന് വരുന്നൊരു കാര്യമോ അല്ലെങ്കിൽ ആ പാഠഭാഗത്തൊരു കാര്യമൊക്കെ ആയിരിക്കും അന്വേഷിക്കുക. ഇപ്പോൾ ജീവികളെക്കുറിച്ച് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്ത് എത്ര തരം ഉറുമ്പുകളുണ്ടെന്നൊരു ചോദ്യം എന്നിലേക്ക് വരാം. 10, 20, 30 എത്രയാണ്? ഈ ഒരു പ്രശ്നം കുട്ടിയുടെ മനസ്സിൽ വന്നാൽ കുട്ടി എന്ത് ചെയ്യും? തൻ്റെ ചുറ്റും പരിസരത്തൊക്കെ പോയി ഉറുമ്പുകളെ സ്ഥിരം നിരീക്ഷിക്കുക അവൻ. അപ്പോൾ അതിൽ നിന്ന് അവന് കണ്ടെത്തലെത്തും. അവർ ജീവികൾ ശരീരത്തിന് പുറത്തേക്ക് രാസവസ്തുക്കൾ പുറപ്പെടുവിക്കുന്നുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം ഫോമിക് ആസിഡ് എന്ന് പറയുന്ന സാധനം ഉറുമ്പുകളുടെ ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാകും പഠിക്കുമ്പോൾ. ആസിഡുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് 6ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ആസിഡുകളെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കുട്ടികളുടെ മനസ്സിൽ വരും ഇങ്ങനെ ഉറുമ്പിൻ്റെ ശരീരത്തിൽ ഇങ്ങനെ ഫോമിക് ആസിഡ് ഉണ്ട് എന്നൊക്കെ പഠിക്കുന്നുണ്ട് കുട്ടി. അപ്പോൾ അങ്ങനെ എല്ലാ ജീവികളുടെ ശരീരത്തിലും ഇതുപോലെ രാസവസ്തുക്കൾ പുറത്തേക്ക് വിടുകയോ അല്ലെങ്കിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ കുട്ടി എന്ത് ചെയ്യും? അതിനൊക്കെ ഒരേ സ്വഭാവമാണോ, ആസിഡ് സ്വഭാവമാണോ, ആൽക്കലി സ്വഭാവമാണോ എന്ന് കുട്ടിക്ക് ചോദ്യം മനസ്സിലേക്ക് വരാമല്ലോ, പഠിക്കുകയും ചെയ്യാം. അതുതന്നെ എല്ലാ ജീവികളും ഒരേ സ്വഭാവമുള്ള വസ്തുക്കളാണോ സ്രവിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. ഇത് കണ്ടെത്താൻ ഒരു കുട്ടിയുടെ അന്വേഷണത്തിൽ സ്വാഭാവികമായി പോകാൻ സാധ്യതയുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ നിങ്ങൾ ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെടേണ്ടത്.
അതിൻ്റെ ഒരു വളർച്ചയുള്ള ഒരു കാര്യമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്പോൾ സാധാരണ ഇതിൽ നിങ്ങൾ ലോകത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. പകരം നിങ്ങൾ പഠിക്കുന്ന മേഖലയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തയായിട്ട് എത്തുകയും പ്രശ്നമായിട്ടൊക്കെ രൂപപ്പെടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളിലേക്കാണ് നിങ്ങൾ പ്രോജക്റ്റ് പഠനങ്ങൾക്ക് വരിക. ഒരു ഉദാഹരണമായിട്ട് പലപ്പോഴും നമ്മൾ പ്രോജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഇപ്പോൾ ഭാരതപ്പുഴയിലെ മലിനീകരണം, ഒരു പെരിയാറിലെ മലിനീകരണം എന്നൊക്കെ പറയാറുണ്ട്. ഒരു പെരിയാർ എന്ന് പറയുന്ന നദി എത്രമാത്രം വലിപ്പമുള്ള അല്ലെങ്കിൽ എത്ര കിലോമീറ്ററോളം നീളമുള്ള നദിയാണ്. ഭാരതപ്പുഴ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചോളം, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചോളം ഒരിക്കലും നമുക്കത് പഠിച്ചു കഴിയില്ല. കാരണം എല്ലാ സ്ഥലത്തും മലിനീകരണം, പെരിയാറിൻ്റെ എല്ലാ വശങ്ങളിലും പോയി പഠിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു സാമൂഹ്യ പരിസരത്ത് എന്താണ് അവസ്ഥ എന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ തൊടുപുഴയിലുള്ളൊരു കുട്ടി തൊടുപുഴ മേഖലയിൽ നമ്മുടെ അവിടെയുള്ള തൊടുപുഴ മലിനീകരണം നടക്കുന്നുണ്ടോ, അപ്പോൾ അവിടുത്തെ ആ തൊടുപുഴ പ്രദേശത്ത് മാത്രമുള്ള നദിയുടെ ഭാഗങ്ങൾ പോയി നിരീക്ഷിച്ച് നമുക്കറിയാം സാധാരണ മലിനമാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സാധാരണയായിട്ട് വസ്തുക്കളായാലും വേണ്ടില്ല, ദ്രാവക രൂപത്തിലായാലും വേണ്ടില്ല, മറ്റെന്ത് മലിന വസ്തു ആവട്ടെ. അപ്പം അത്തരം മലിന വസ്തുക്കളൊക്കെ വെച്ചുകൊണ്ട് ചില ഫോർമാറ്റുകളൊക്കെ ഉണ്ടാക്കി, രൂപരേഖകളൊക്കെ ഉണ്ടാക്കി, അത് മുഖാന്തരം നമ്മുടെ പുഴ മലിനപ്പെടുന്നുണ്ടോ എന്നുള്ള അന്വേഷണമാവും കുട്ടി ചെയ്യുക. അപ്പോൾ അതവന് കുറച്ച് ദിവസങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഒക്കെയാണ് പഠനം പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മുടെ സാമൂഹ്യ പരിസരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എല്ലാം വലിയ കാര്യങ്ങളൊന്നും പഠിക്കും ശാസ്ത്രജ്ഞന്മാരെ പോലെ ഒരുപാട് വർഷങ്ങളെടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളാവില്ല. നമുക്ക് തോന്നിയ മനസ്സിലേക്ക് വന്നൊരു മേഖലയിൽ ഒരു പ്രശ്നം നമ്മൾക്ക് തോന്നി, ആ പ്രശ്നം പഠിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുന്നു, അതിന് പറ്റിയൊരു ഉചിതമായ സ്ഥലം കാണുന്നു, അതിൻ്റെ അത് പ്രകാരം ലക്ഷ്യം വയ്ക്കുന്നു, പരികല്പന വയ്ക്കുന്നു, ആ രൂപത്തിലാണ് നമ്മൾ പഠനം മുന്നോട്ട് പോവുക. അപ്പോൾ കുറച്ച് സാധാരണയായിട്ട് ചെയ്തു വരുന്ന ചില പ്രോജക്റ്റിൻ്റെ ചില മേഖലകൾ ഞാൻ പറയാം. അപ്പോൾ ഔഷധസസ്യങ്ങൾ നാട്ടറിവിലൂടെ നമുക്കറിയാം, നാട്ടറിവിൽ വെച്ചുകൊണ്ട് ഔഷധസസ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകളുണ്ട്. ഇത് അന്വേഷിക്കേണ്ട കുട്ടിക്ക് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ നാട്ടറിവ് നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ആദിവാസി മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ആദിവാസി വിഭാഗത്തിലുള്ളതോ അല്ലെങ്കിൽ തൊടുപുഴ പ്രദേശത്തുള്ളതോ അത് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാരുടെ അമ്മമാരൊക്കെ അറിയുന്ന കാര്യങ്ങളോ വെച്ചിട്ടാവും ചിലപ്പോൾ പഠനം നടത്തുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ സൂക്ഷ്മമായി പറയണം. ഇന്ന സ്കൂളിലെ രക്ഷിതാക്കളുടെ ആയി ബന്ധപ്പെട്ടുള്ള അറിവായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ പ്രസ്താവിക്കുക. പിന്നെ സസ്യങ്ങളുടെ സാംസ്കാരിക, സാമ്പത്തിക, ഔഷധ മൂല്യങ്ങൾ സാധാരണ പഠിക്കാറുണ്ട്. ഈ ലോകത്തെ എല്ലാ സസ്യങ്ങളുടെയും സാംസ്കാരിക, സാമ്പത്തിക, ഔഷധ മൂല്യം നമുക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം സസ്യങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ സസ്യങ്ങളുടെയോ അങ്ങനെയൊക്കെ ഒതുക്കി നമ്മൾ പഠിക്കുമ്പോഴായിരിക്കും നമ്മൾ കൃത്യത വരികയുള്ളൂ. പിന്നെ വിദ്യാലയ സൗന്ദര്യവൽക്കരണം, അതൊരു ആസൂത്രണം ചെയ്യുന്ന രീതി. അപ്പോൾ എങ്ങനെ നമുക്കൊരു വിദ്യാലയത്തെ സൗന്ദര്യവൽക്കരിക്കാം, അത്തരം തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ചിലപ്പോൾ നടക്കാറുണ്ട്. പ്രകൃതി സംരക്ഷണവും പുരാതന മനുഷ്യരുടെ ജീവിതശീലങ്ങളും, പഴയ കാലത്ത് മനുഷ്യന്മാരുണ്ട്, അവരെങ്ങനെയൊക്കെയാണ് പ്രകൃതി സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ അത് അത്തരത്തിലുള്ള അത് ഒരുപക്ഷെ പറ്റുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. എങ്കിലും അതിന് ശാസ്ത്രീയ വഴിയുണ്ട്. പിന്നെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം മണ്ണിലും ജലജീവികളിലും ഉണ്ടാക്കുന്ന ആഘാതം. അപ്പോൾ അവിടെ നമ്മൾ ഈ കേരളത്തിൽ മൊത്തം പഠിക്കാൻ കഴിയില്ല. ഏതെങ്കിലും പ്രദേശത്തെ കുറച്ച് ഒരു സ്ഥലത്തെ അവിടെ രാസവളങ്ങളും കീടനാശിനി ഉപയോഗിക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടെ എങ്ങനെയാണ് അവിടുത്തെ നമ്മുടെ പ്രകൃതി അതെങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ള കാര്യം നമ്മളൊന്ന് അവിടെ മണ്ണിലും ജലജീവികളും മാത്രമായിട്ട് ഒതുക്കുകയാണ്. അവിടുത്തെ മണ്ണ്, അവിടെ ജലജീവികൾ മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ. ആശുപത്രികളുടെ മാലിന്യ നിർമ്മാർജ്ജനം, അതും നമുക്കറിയാം. നമ്മുടെ നിങ്ങൾ ഉള്ള പ്രദേശം തൊടുപുഴയാണെങ്കിൽ തൊടുപുഴയിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയായി ബന്ധപ്പെട്ട് മാത്രമുള്ള പഠനമാവാം, അല്ലെങ്കിൽ 1-2 ആശുപത്രികൾ മാത്രമായിട്ട്. അപ്പോൾ തൊടുപുഴ മേഖലയിൽ എത്ര ആശുപത്രിയുണ്ടോ നോക്കുക, അതിലെല്ലാ ആശുപത്രിയും പഠിക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനൊരു കൃത്യമായി നമ്മളതിനെ പ്രസ്താവിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ പെയിൻറ്റിങ് തന്നെ ഉണ്ട്. പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ച് ഏതൊക്കെ രീതിയിൽ പെയിൻറ്റിങ് നടത്താൻ പറ്റും, അതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ വന്നൊരു കാര്യമായിരിക്കാം. സാമ്പത്തിക വളർച്ച പരിസ്ഥിതിയിലുണ്ടാക്കുന്ന ആഘാതം, നമുക്ക് പറയാറുണ്ട് പലപ്പോഴും. നമ്മൾ സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകും തോറും പരിസ്ഥിതി നശിച്ചു പോകുമെന്ന് പറയും. അത് എത്രമാത്രമുണ്ട്, അത് എല്ലാ സ്ഥലത്തും പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ പ്രദേശം എവിടെയാണെന്ന് ഉദ്ദേശിച്ചെങ്കിൽ അവിടെ അതെന്തെങ്കിലും കാരണവശാൽ ഇതിന് കാരണമായിട്ടുണ്ടോ എന്നായിരിക്കും. പിന്നെ ഭൂവിനിയോഗം, ജൈവവൈവിധ്യം തമ്മിൽ ഇപ്പോൾ ഭൂമി നമ്മൾ പല കാര്യങ്ങൾക്കത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ജൈവവൈവിധ്യത്തെ അത് ബാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാ സ്ഥലത്തും വേണ്ട. തൊടുപുഴ മേഖലയിൽ ഭൂവിനിയോഗവും അതിൻ്റെ ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട എന്താ കാര്യങ്ങൾ പഠിക്കാം. കാടും ആദിവാസികളുടെ ദാരിദ്ര്യവും എന്നാണ്.
ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അതുമെന്ന് ജീവിക്കുന്ന ആൾക്കാർ ആ ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥ പഠിക്കാൻ പോവുകയാണ്. ഇത് എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. ശാസ്ത്രം എന്ന് പറയുമ്പോൾ ശാസ്ത്രീയമായ പ്രോജക്റ്റ് ആണെങ്കിൽ ഇത് വിവിധ വിഷയങ്ങളിൽ വരുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്നത് +2 ലെവലിലാണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്കണോമിക് പാർട്ടായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവാം, പൊളിറ്റിക്കൽ പാർട്ട് ഉണ്ടാവാം, അങ്ങനെ ഓരോ വിഷയങ്ങൾക്കുള്ളൂ. ശാസ്ത്രത്തിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ബന്ധപ്പെട്ട് വരാം. അപ്പം നമ്മൾ അതിന് ഇത്തരത്തിലേക്ക് നിങ്ങളുടെ താല്പര്യമുള്ള നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ഒരു അന്വേഷണം ചോദ്യം ഉണ്ടാവണം. അല്ലെങ്കിൽ അധ്യാപകരുണ്ടാക്കിയ ചോദ്യമോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് വേണ്ടിയോ വലിയവർ ചോദിക്കുന്ന ചോദ്യങ്ങളോ എല്ലാം നിങ്ങൾ അന്വേഷിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അമ്പലക്കുളത്തിലെ ജല ഗുണനിലവാരം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അമ്പലക്കുളങ്ങളുണ്ട്. ഒരാൾക്ക് തോന്നുകയാണ് നമ്മുടെ അമ്പലക്കുളം, തീർത്ഥക്കുളങ്ങളൊക്കെ കൃത്യമായ ജലഗുണനിലവാരമുള്ളത് തന്നെയാണോ, ഗുണനിലവാരമുള്ള വെള്ളമാണോ അവിടെ ഉള്ളത് എന്ന് തോന്നിയെങ്കിൽ അന്വേഷിക്കാം. അപ്പോൾ നമ്മൾ തൊടുപുഴ പ്രദേശത്തെ അമ്പലക്കുളങ്ങളാണെങ്കിൽ അവിടെ സാമ്പിളുകൾ ഉണ്ടെങ്കിൽ അത്തരം സ്ഥലത്ത് നമ്മൾ വിവരിച്ചായിരിക്കുള്ളൂ. ഒരു നഗര പരിസരത്തിൻ്റെ വളർച്ച എങ്ങനെയാണ്, സസ്യ വളർച്ചയിൽ എന്ത് ആഘാതമാണ് ഉണ്ടാക്കുന്നത്, ഒരു നഗര പരിസരം എങ്ങനെ സസ്യ വളർച്ചയെ സ്വാധീനിക്കുന്നു, മലിനജലം ഉപയോഗപ്രദമാക്കി മാറ്റാൻ പറ്റുമോ, താപനിലയങ്ങൾ പരിസ്ഥിതിയിലുണ്ടാക്കുന്ന ആഘാതം. അപ്പോൾ ഇതൊക്കെ പലതും വളരെ ജനറലായിട്ട് പറയുന്നതാണ്. സൂക്ഷ്മതലത്തിലാണ് നമ്മൾ പഠിക്കേണ്ടത്. വിദ്യാലയങ്ങളിലെ ആൺപെൺ അനുപാതം. അപ്പോൾ തൊടുപുഴ മേഖലയിലെ വിദ്യാലയങ്ങളിലെ ആൺപെൺ അനുപാതം കണക്കെടുത്ത് അതിൻ്റെ വർക്ക് അത് വൃത്തിയായിട്ട് പ്രശ്നമായിട്ട് വരികയാണ്. ഒരുപോലെയാണോ അല്ലയോ, കേരളത്തിൽ പൊതുവെ ആൺകുട്ടികളുടെ എണ്ണം കൂടുന്നു എന്നും പെൺകുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നും പറയുന്ന രീതിയിലേക്ക് നമുക്ക് സാധാരണ പറയാറുണ്ട്. പക്ഷേ അതേ അവസ്ഥ എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. തൊടുപുഴയിൽ എന്താണ് അവസ്ഥ? ആ വിദ്യാലയങ്ങളിൽ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളെ വെച്ചുകൊണ്ട് പഠനം നടത്താൻ കഴിയുമോ? അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് വിദ്യാലയങ്ങളും അതും നമ്മൾ നോക്കി നമുക്ക് അത് വെച്ച് അതിൻ്റെ കാരണങ്ങളിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അതൊക്കെ പഠിച്ച് കഴിയില്ലെങ്കിൽ അപ്പോൾ നമ്മൾ പരമാവധി അത് ഒതുക്കി പഠിക്കാൻ ശ്രമിക്കണം. എവിടെയാണ് അപ്പോൾ ആ പ്രശ്നം ആ വിഷയം നമ്മൾ പ്രസ്താവിക്കുമ്പോൾ അങ്ങനെ ഒതുക്കി ഇന്ന സ്ഥലത്ത് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. പിന്നെ വ്യവസായ വളർച്ചയും ജോലിക്കാരുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഇക്കോ ടൂറിസവും പരിസ്ഥിതിയും. നമുക്കറിയാം മൂന്നാർ മേഖല നമുക്കറിയാം ഇക്കോ ടൂറിസ്റ്റ് മേഖലയായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഇടുക്കി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശം മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ. പിന്നെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണ്? നമുക്കറിയാം കാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സോളാർ എനർജി, തിരമാലയൊക്കെ ഉപയോഗിച്ചുണ്ടാകുന്ന അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറയും. ഊർജ്ജ ഉപഭോഗത്തിൻ്റെ ചിലവ് വിലയിരുത്തുക. പലപ്പോഴും നമ്മൾ ഊർജ്ജ ഉപയോഗമായി ബന്ധപ്പെട്ട ഓരോ ഇന്ധനങ്ങളുടെയും ഊർജ്ജ ഉപഭോഗം, വൈദ്യുതിയിലും വേണ്ടില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപഭോഗത്തിൻ്റെ വിലയിരുത്തൽ നടത്തിയാൽ എങ്ങനെയിരിക്കും? ശബ്ദ മലിനീകരണം മനുഷ്യരുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എത്രമാത്രമുണ്ട്? ജനസംഖ്യാ വർധനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പ്രകൃതി വിഭവങ്ങളിലുണ്ടാക്കുന്ന ആഘാതം എന്താണ്? കുടിയേറ്റം പരിസ്ഥിതിയിലുണ്ടാക്കുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചോളം കുടിയേറ്റം വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വളർന്നു പോകുന്നുണ്ട്. സസ്യങ്ങളുടെ സത്തുകൾ ഉപയോഗിച്ചുള്ള മലിന ജല ശുദ്ധീകരണം. ഇപ്പോൾ ജലം ശുദ്ധീകരിക്കാൻ നമുക്ക് സസ്യങ്ങളുടെ എക്സ്ട്രാക്റ്റ് എടുത്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ എല്ലാതും പഠിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സസ്യത്തെയോ അല്ലെങ്കിൽ അങ്ങനെ നിന്ന് കിട്ടാവുന്ന എക്സ്ട്രാക്റ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കി ആ സാധ്യതകൾ നമുക്ക് പഠിക്കണം. ആ മേഖലയിൽ നമ്മൾ കാര്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ പഠിക്കാൻ ഇറങ്ങാവൂ. പ്രശ്നം തോന്നി ഉടനെ തന്നെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഒരു 10-20 വർഷമായിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷണം നടത്തണം. അപ്പോൾ അതിൻ്റെ ഒരു പിന്നാമ്പുറത്തോടു കൂടി മാത്രമേ അത്രയും അറിവ് വെച്ച് മാത്രമേ നമ്മൾ ഈ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വിവിധ പാചക രീതികൾ ആരോഗ്യത്തിലുണ്ടാകുന്ന ദോഷഫലങ്ങൾ. നമുക്കറിയാം പഴയ കാലത്തെ ഭക്ഷണമൊന്നുമല്ല ഇപ്പം നമ്മൾ കഴിക്കുന്നത്. ഇപ്പം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ ഭക്ഷണ രീതികളും നമ്മൾ പരിശോധിച്ച് നോക്കുന്നവരാണ് മലയാളികൾ. കടകളിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ട് അത് വേറെ പാചകം ചെയ്ത് ഉപയോഗിക്കുന്നവരുണ്ട്. മലനിരകളിലെ ഭൂഗർഭജല വിനിയോഗ പ്രവർത്തനങ്ങൾ. ഭൂഗർഭജലം നമുക്കറിയാം, കുഴൽക്കിണറൊക്കെ അടിച്ച് നമ്മൾ അടിയിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഭൂഗർഭജലം എടുക്കുന്നത് അത് മലനിരകളിൽ എങ്ങനെയാണ്, പല പ്രദേശം പല തരത്തിലായിരിക്കും. അപ്പോൾ അത് പഠിക്കാം. കൃഷിയിടങ്ങളിലെ BT കോട്ടൺ. നമുക്കറിയാം നമ്മുടെ ഇവിടെ അത്ര ഇല്ല കോട്ടൺ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ BT ഇനം നമുക്കറിയാം. അതപ്പോൾ അത്രയും കാര്യം അത് ആ വിഷയം പഠിക്കുന്ന +2 കുട്ടികളോ ആരെങ്കിലും അവർ പഠിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ 9ാം ക്ലാസ്സിലൊക്കെ അത്തരം ചർച്ചകൾ പാഠഭാഗങ്ങളിലുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിൽ പക്ഷികളുടെയും പ്രാണികളുടെയും പങ്ക്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ താഴെ ക്ലാസ്സിൽ തന്നെ അതൊരു 6-7 ക്ലാസ്സൊക്കെ ആകുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ ഉള്ള പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ ഒരുപക്ഷെ കുട്ടിക്ക് തോന്നുകയാണ് എന്തൊക്കെയാണെന്ന് അന്വേഷിക്കാൻ പോകണം. അതുപോലെ തീരദേശ മേഖലയിൽ ജൈവവൈവിധ്യ നാശം തുടങ്ങിയ കാര്യങ്ങൾ. സാധാരണ ബൾബുകളെ അപേക്ഷിച്ച് CFL ബൾബുകൾക്കുള്ള ഗുണങ്ങൾ. ഇതൊക്കെ ഓൾറെഡി പഠനങ്ങൾ പലരും നടത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ അതിൽ ആ പഠനത്തിൻ്റെ അപ്പുറമായിട്ട് നമ്മൾ പഠിക്കാൻ പാടുള്ളൂ. ജലസേചനത്തിലെ സാധ്യതകൾ, കന്നുകാലി വളർത്തലിലെ സാമ്പത്തിക സാധ്യതകൾ, വാഹനങ്ങളിലെ ഇന്ധന ഉപഭോഗത്തിലെ കാര്യക്ഷമത, മഴവെള്ള കൊയ്ത്തിലെ കാര്യക്ഷമത, ലോഡ് ഷെഡിങ്, ഊർജ്ജ ഉപഭോഗത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാക്കുന്ന ഗുണം, നീതിപൂർവമായ ജലവിനിയോഗവും ജലസംരക്ഷണവും, പിന്നെ
ഭൂഗർഭജല ഏതെങ്കിലും ഒരു കാര്യം വെച്ചുകൊണ്ട് ഉണ്ടാകുന്ന ഭൂഗർഭജല മലിനീകരണം, അതെന്തോ ചിലപ്പോൾ ചില ലോഹങ്ങളുടെ ആവാം, ചില വസ്തുക്കളുടെയൊക്കെ. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ എഴുതാൻ വേണമെങ്കിൽ ഗൃഹജല വിതരണവും ജീവിത ഗുണനിലവാരവും, നമ്മുടെ വീടുകളിലേക്കൊക്കെ നമുക്കറിയാം വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജീവിത നിലവാരത്തെ ഗുണനിലവാരത്തെ എങ്ങനെ ബാധിക്കും? അപ്പോൾ ആരോഗ്യമുള്ള ജനതയാണ് നാടിൻ്റെ ആരോഗ്യം എന്ന് പറയാറുണ്ട് നമ്മളെപ്പം. സൈക്കിൾ ഉപയോഗം, അതിൻ്റെ ഗുണങ്ങൾ, പ്രദേശത്തെ ഖരമാലിന്യ നിർമ്മാർജ്ജനം, പ്രദേശത്തെ തെരുവ് നായകളുടെ എണ്ണം എങ്ങനെയാണ്, അതൊരു എടുക്കെ പിടിക്കാൻ പറ്റും. പോഷണവും വരുമാനവും, നല്ല ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും വരുമാനവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങൾ. താപനിലയും സസ്യാവരണം, ഒരുപക്ഷെ പഠിക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാവുക പോഷണവും വരുമാനവും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല എന്നത്. തീരെ ഇല്ലാത്തവരും വരുമാനം ഇല്ലാത്തവരൊക്കെയും ചിലപ്പോൾ ഒരുപക്ഷെ നല്ല പോഷകങ്ങളുള്ള വസ്തുക്കൾ കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതൊരു പഠനവിധേയ മേഖലയാണ് തന്നെ. താപനിലയും സസ്യാവരണവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. ഒരു സോയിൽ കവർ എന്ന് പറയുന്ന സസ്യങ്ങളെ ബന്ധപ്പെട്ട് പുല്ലൊക്കെ ഉള്ള അത്തരം സസ്യാവരണമാണ് സാധാരണ സോയിൽ കവറായിട്ട് പറയുക. അപ്പോൾ അതും അന്തരീക്ഷ താപനിലയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? വൈദ്യുതോപകരണങ്ങളുടെ വൈദ്യുതി ഉപയോഗം, ഓരോ വൈദ്യുതി ഉപകരണങ്ങളും എത്രമാത്രം വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു പ്രശ്നമായി തോന്നുകയാണ് കുട്ടിക്ക് എങ്കിലും അന്വേഷിക്കാം. പൊതുഗതാഗതം, പരിസ്ഥിതി മലിനീകരണത്തിനുള്ള ഇന്ധന ശോഷണത്തിനുള്ള മറുപടിയായിട്ട് നമുക്ക് പൊതുഗതാഗതം ഉപയോഗിക്കാൻ പറ്റുമോ? മണ്ണ് മലിനീകരണം, സ്രോതസ്സുകളും പ്രത്യാഘാതങ്ങളും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സാധ്യതകളാണ് പഠിക്കുന്നത്, എത്രമാത്രം സാധ്യത പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ടുണ്ടെന്നും മണ്ണ് മലിനീകരണം എത്രമാത്രം രൂക്ഷമായി പോയി എന്നാണ് പഠിക്കുന്നത് നമ്മൾ. പൗരത്വ ബോധമില്ലായ്മ, പരിസ്ഥിതി ശോഷണം. ഒരു പൗരനായി ജീവിക്കുന്നവൻ പരിസ്ഥിതി സംരക്ഷിക്കും. അപ്പോൾ ഈ ബോധമില്ലായ്മ എങ്ങനെയാണ് പരിസ്ഥിതി ശോഷണത്തെ ബാധിക്കുക? അപ്പോൾ പൗരത്വ ബോധം ഉണ്ടോ ഇല്ലയോ നമ്മൾ അളക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ പരിസ്ഥിതി ശോഷണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു 8-10 കൊല്ലത്തെ അവിടുത്തെ പരിസ്ഥിതിയെ ബന്ധപ്പെട്ട കണക്കുകൾ എടുക്കേണ്ടി വരും, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ തടയണകളുടെ പ്രാധാന്യം, പുഴയിൽ കെട്ടുന്ന അത്തരം കാര്യങ്ങളൊക്കെ. പരിസ്ഥിതി ബോധവൽക്കരണത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനം, പൾസ് പോളിയോ വാക്സിനേഷൻ, വികസന പ്രവർത്തനങ്ങൾ ജീവജാലങ്ങളിലും പരിസ്ഥിതിയിലും ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ, അവിടെ ഇങ്ങനെയൊക്കെയുള്ള തരത്തിലേക്ക് ഒരുപാട് വിഷയമേഖല നമുക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വിഷയമേഖലയായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞ ചില ഇത്തിരി ശാസ്ത്രീയമായ പിന്നാമ്പുറം ഉണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പക്ഷേ എന്തെങ്കിലും ഒരു അന്വേഷണം ചെയ്യാൻ, കൊച്ചു വലുതൊന്നും വേണമെന്നില്ല. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം കൃത്യമായൊരു പ്രക്രിയ പാലിച്ചിട്ടാണോ? നിങ്ങളുടെ മനസ്സിലേക്ക് സ്വന്തമായി പ്രശ്നം വന്നോ? എന്ത് സന്ദർഭത്തിലാണ് ആ പ്രശ്നം വന്നത്? അപ്പോൾ നമ്മളത് എപ്പോഴും ആമുഖമായി പറയുമ്പോൾ ഞാൻ പഠനം ഏറ്റെടുക്കാൻ ഉണ്ടായൊരു കാരണം എപ്പോഴും നമ്മൾ പറയും, ഇന്ന കാരണം കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഒരു ന്യായീകരണം നമ്മൾ പറയും, ഇത് വളരെയധികം ഇന്ന കാരണങ്ങളെ കൊണ്ട് വളരെ പ്രസക്തിയുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു യുക്തി എപ്പോഴും നമ്മൾ പലപ്പോഴും അവിടെ പറയേണ്ടി വരും. അത് ആമുഖത്തിലോ ഒക്കെ സൂചിപ്പിച്ച് പോകും നമ്മൾ. അപ്പോൾ നമുക്കറിയാം പ്രോജക്റ്റുകൾ ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പ്രസ്താവിക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രോജക്റ്റ് നമ്മൾ കൃത്യമായിട്ട് അത് പ്രസ്താവിച്ചില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, ഒരിക്കലും പഠനം പൂർത്തിയാവില്ല. അപ്പോൾ ആര് ചോദിച്ചാലും ഞാൻ ഇന്ന സ്ഥലത്തെ കാര്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഇതെല്ലാം പഠിക്കില്ലല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇന്ന കാര്യം പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഏത് വേദിയിൽ നമുക്കത് പറയാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ എന്ത് പരികല്പന വെച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോയെങ്കിൽ അത് നമ്മൾ പരികല്പന കൃത്യമായി ഹൈപ്പോത്തസിസ് എന്ന് പറയും. പരികല്പന നമ്മൾ രൂപീകരിച്ചിരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പഠന ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ എനിക്കത് ടെസ്റ്റ് ചെയ്യലാണ് എൻ്റെ ഉദ്ദേശം. ഈ പരികല്പന ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്തലാണ് എൻ്റെ ഉദ്ദേശം. എന്ത് രീതിയിലായിരിക്കും നമ്മൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ എഴുതുക. പിന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് ഉള്ളൊരു കണ്ടെത്തൽ നടത്തണമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ കണ്ടെത്തൽ ഉണ്ടാവണം. അപ്പോൾ ഈ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് കണ്ടെത്തൽ നടത്തണമെങ്കിൽ ഒരു പ്രത്യേക പഠന രീതി വേണ്ടി വരും. പരീക്ഷണമോ നിരീക്ഷണമോ സർവേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലേക്ക് പഠനം മുന്നോട്ട് പോകണം. സാധാരണ രീതിയിൽ നമ്മൾ പരീക്ഷണം നിരീക്ഷണം അല്ലെങ്കിൽ സർവേയിങ് തുടങ്ങിയ കാര്യങ്ങളാണ് സാധാരണ പറയുക. ഒരുപക്ഷെ ഡോക്യുമെൻ്റ് അനാലിസിസ് ഉണ്ട്, വലിയ ഈ മേഖലയിലുള്ള പ്രമാണങ്ങളൊക്കെ പരിശോധിക്കുക, പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊക്കെ ഇൻ്റർനെറ്റ് തലത്തിലേക്കൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് പോയി നമ്മൾ പരമാവധി ആ വിഷയമേഖലയെ ബന്ധപ്പെട്ട് കൃത്യമായ ഒരു തലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് വെറുതെ അത് മാത്രമായിട്ടൊരു പഠനം പൂർത്തിയില്ല, അത് ഒരു സ്ഥലത്ത് ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ ചെയ്ത് നോക്കിയും വേണ്ടി വരും. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, അത് സാധ്യമാണോ അല്ലയോ എന്നും കൂടി നമ്മൾ പൂർണ്ണമായും നോക്കുമ്പോൾ മാത്രമേ അതൊരു പ്രോജക്റ്റായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അതിന് ശേഷം ഈ പഠന രീതി നമ്മൾ തീരുമാനിച്ചാൽ അതുമായി ബന്ധപ്പെട്ട് ചെയ്ത് നോക്കി വിവരശേഖരണം നടത്തണം. പിന്നെ ലഭിച്ച വിവരങ്ങൾ നമ്മൾ പട്ടിക, ഗ്രാഫ്, സാധാരണ ഉപയോഗിക്കുന്ന മറ്റ് ഉപാധികൾ ചെയ്യും. നമ്മൾ പറയുന്ന ഗ്രാഫിക് രൂപങ്ങൾ തന്നെ ഡയഗ്രം ചെയ്യും നമ്മൾ പല രൂപത്തിൽ. ഇപ്പോൾ ചിലപ്പോൾ ഒരു ചിത്രീകരണങ്ങളായിട്ട് മാറ്റാം ചിലപ്പോൾ. അപ്പോൾ അത്തരത്തിലൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകാവുന്ന രൂപത്തിൽ ആ കിട്ടിയ വിവരങ്ങളെ നമ്മൾ ക്രോഡീകരിച്ച്
അത് ചിത്രീകരിക്കേണ്ടി വരും പലപ്പോഴും. അതിന് നമ്മൾ ഡാറ്റ സാറിന് ദത്തങ്ങളെ ഡാറ്റ എന്നാണ് പറയുക. അപ്പോൾ ഡാറ്റ നമ്മളിന്ന് കൃത്യമായി ക്രോഡീകരിച്ച് രൂപത്തിലേക്ക് ഒരുപാട് ബൃഹത്തായി കിടക്കുന്ന ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചില പട്ടികകളിലേക്ക് ഒതുക്കി ഗ്രാഫിലേക്ക് ആ പട്ടികയെ ഗ്രാഫിലേക്ക് ചിത്രീകരിച്ച് പൈ ഡയഗ്രമോ വെൻ ഡയഗ്രമോ ആ രൂപത്തിലേക്ക് മാറ്റും നമ്മൾ. ഇനി അത് വെച്ച് നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു, നമ്മൾ വെച്ച പരികല്പന എന്താണോ അത് രണ്ടും വെച്ചുകൊണ്ട് നമ്മളതിനെ അപഗ്രഥിക്കണം. അപ്പോൾ ഞാൻ മുന്നോട്ട് വെച്ച പരികല്പന എന്ന് പറയുന്നത് ഇന്ന കാര്യത്തിൽ അത് അങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മണ്ണ് നമ്മുടെ ഈ ഭാഗത്ത് മണ്ണ് നന്നായി മലിനപ്പെടുന്നുണ്ട്, നമ്മുടെ മിഠായി ശീതളപാനീയം എന്നൊക്കെ പറയുന്ന വസ്തുക്കളിൽ ധാരാളം ശരീരത്തിന് ദോഷകരമായ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മൾ പരികല്പനയെങ്കിൽ നമ്മളത് അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളതിനെ അപഗ്രഥനം നടത്തണം. പിന്നെ കണ്ടെത്തലുകൾ നമ്മൾ അക്കമിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി അത് അങ്ങനെയാണെങ്കിൽ ചെയ്തുകൊണ്ട് കാര്യമില്ല. ആ കിട്ടിയ സാധനം നമ്മൾ പ്രായോഗികമായിട്ട് എന്ത് പ്രയോജനമുണ്ട്, ഒരു പ്രശ്നത്തിൽ നമ്മൾ തുടങ്ങി ആ പ്രശ്നം പരിഹരണം നടക്കുമ്പോൾ ഇത് പ്രായോഗിക ജീവിതത്തിൽ എത്രമാത്രം ഇത് ഏതൊക്കെ മേഖലയിലേക്ക് ഈ കണ്ടെത്തൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന രീതിയിലേക്ക് നമുക്ക് അത് എഴുതണം പറ്റണം. പ്രായോഗികത എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ എഴുതും. നമ്മൾ നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കും. അത് നിർദ്ദേശങ്ങൾ വെറുതെ സൂചിപ്പിച്ചാൽ മാത്രം പോരാ, അത് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പരിഹാരമാർഗ്ഗങ്ങൾ എന്നാണ് നമ്മൾ എഴുതുക. നിർദ്ദേശങ്ങൾ പരിഹാരമാർഗ്ഗങ്ങൾ എന്ന് നമ്മൾ എഴുതും. വെറുതെ ഒരു മാർഗം പറഞ്ഞാൽ പോരാ, അത് പറയണമെങ്കിൽ ഈ പരിഹാരമാർഗ്ഗം ചെയ്യാൻ പറ്റുമെന്ന് പറയണമെങ്കിൽ നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പരിഹാരമാർഗ്ഗം നമ്മൾ ചെയ്ത് അതിന് പറ്റുന്ന രീതിയിൽ ആ ഉപാധികളൊക്കെ ഉണ്ടാക്കി ചിലപ്പോൾ ചില മെഷീനറി ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ മാലിന്യ സംസ്കരണമാണ്, ഇങ്ങനെ ചെയ്താൽ പറ്റും എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യണം. ഇപ്പോൾ ചകിരി ഉപയോഗിച്ച് ചകിരിയുടെ നമ്മൾ പറയുന്ന ചകിരി വെച്ചുകൊണ്ട് അതിൽ എന്ത് ഖരമാലിന്യം സാധാരണ പറഞ്ഞ ജൈവമാലിന്യങ്ങളൊക്കെ ഒരു മണവുമില്ലാതെ വിഘടിപ്പിച്ച് നമുക്ക് വളമാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ കുന്നംകുളത്ത് അങ്ങനൊരു പദ്ധതി ചെയ്യുന്നുണ്ട് IRTCയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അതെന്താ കാരണം വെച്ചാൽ അപ്പോൾ ചകിരി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തു നോക്കണം. നമ്മളിങ്ങനെ ഒരു ധാരണ തിയറിറ്റിക്കലായി കിട്ടി, സൈദ്ധാന്തികമായി കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം, അത് കൃത്യമായി ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഇത് ഒരു മാതൃക നമ്മളതിന് വേണ്ടി ഡെവലപ്പ് രൂപപ്പെടുത്തേണ്ടി വരും. അപ്പോൾ അതുകൂടി വയ്ക്കുമ്പോൾ മാത്രമേ ഈ നിർദ്ദേശം വയ്ക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഇപ്പോൾ പ്രശ്നപരിഹരണ മാർഗ്ഗങ്ങൾ പറയുമ്പോൾ ഒരു മാർഗ്ഗം നമ്മൾ അത് ചെയ്തിട്ടുള്ള ചില മാതൃകകളായി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ സാധാരണ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഘടന കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും. സാധാരണ കവർ പേജ് ഉണ്ടാകും പുസ്തകത്തിൻ്റെ ഏറ്റവും പുറമേ കാണുന്ന പോലെ. അപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ നമ്മൾ പഠിച്ച വിഷയം അവിടെ കൃത്യമായി സ്റ്റേറ്റ് ചെയ്യണം. അപ്പോൾ തൊടുപുഴ മേഖലയിൽ മലിനീകരണം അങ്ങനെ ആ രൂപത്തിൽ എഴുതണം. അപ്പോൾ ആ ഹെഡിങ്ങിൽ നമ്മളത് എഴുതി ഏറ്റവും മുകളിൽ. അതിന് നടുക്കിലായിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് എഴുതും. അതിൻ്റെ ആ പ്രോജക്റ്റിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഇതിൻ്റെ ശാസ്ത്ര ക്ലബിൻ്റെ ഭാഗമായി തയ്യാറാക്കിയതെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയെന്ന് കൊടുക്കണം. പിന്നെ അതിന് താഴെ നിങ്ങളുടെ പേര്, പിന്നെ സഹായിയായിട്ടുന്ന ആളുടെ പേര്, ഗൈഡിൻ്റെ പേരുണ്ടാവും, ടീച്ചർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പേരൊക്കെ എഴുതി അവർക്ക് അത് ഉണ്ടാവണം. ഏറ്റവും താഴെ ഏത് സ്ഥാപനങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതി താഴെ അതിൻ്റെ വർഷം കൂടി എഴുതി വയ്ക്കും, സാധാരണ കവർ പേജായിട്ട് വയ്ക്കുമ്പോൾ. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ തന്നെ ആ പേജ് വീണ്ടും ആവർത്തിക്കും. ആ പേജിൻ്റെ ഒരു മാതൃക നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഏറ്റവും മുകളിൽ വിഷയം, പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട്, പിന്നെ പേര് രണ്ട് പേര് കൂടി ചേർന്ന പ്രോജക്റ്റാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ 2 കുട്ടികളാണ് സാധാരണ നമ്മൾ പ്രോജക്റ്റ് അവതരണം കൊണ്ടുപോകാറ് പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ 2 പേരും ക്ലാസ്സിൻ്റെ പേരും കൊടുക്കാം. ഗൈഡിൻ്റെ പേരായിട്ട് നമുക്ക് നിങ്ങളുടെ സഹായിയായിട്ടുള്ളത് ടീച്ചറുടെ പേര് കൊടുക്കാം. പിന്നെ സ്കൂളിൻ്റെ പേര് താഴെ കൊല്ലം. രണ്ടാമത്തെ പേജിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രസ്താവന കൊടുക്കും. ഞങ്ങൾ ഇന്ന കാര്യത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ സ്വന്തം ചെയ്ത പ്രവർത്തനമാണ് ഇതെന്ന് പറഞ്ഞ് നിങ്ങൾ ഒപ്പിട്ട് വയ്ക്കണം. നിങ്ങൾ 2 പേര് ആണെങ്കിൽ 2 പേരും ഒപ്പിട്ട് വയ്ക്കേണ്ടതുണ്ട്. സാക്ഷ്യപത്രം, അത് സ്കൂൾ തരുന്ന സാക്ഷ്യപത്രമാണ്. അത് ഈ കുട്ടികൾ അവരുടെ സ്വന്തമായിട്ടുള്ളൊരു തനത് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ പ്രോജക്റ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതി വയ്ക്കുന്നതാണ്. നിങ്ങൾക്കത് അറിയാം. സാധാരണ പ്രോജക്റ്റ് ഇത് കുട്ടികൾക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ അത് ചെയ്തു തരും. സാധാരണ സാക്ഷ്യപത്രം സ്കൂളിൻ്റെ സർട്ടിഫിക്കറ്റ് വയ്ക്കലാണത്. പിന്നെ അടുത്ത പേജായിട്ട് വരും സംഗ്രഹമാണ്. സംഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ നടത്തിയ പഠനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും സൂക്ഷ്മമായിട്ടൊന്ന് ഒരു പേജിൽ ഒതുങ്ങുന്ന രീതിയിലേക്ക്. കാരണം ഈ പഠനം ഇഷ്ടപ്പെടാത്ത ഒരാളായിട്ട് ആ സംഗ്രഹം വായിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾക്ക് മാറ്റി വയ്ക്കാം, മുഴുവൻ വായിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു ആമുഖമായിട്ട് 1-2 കാര്യങ്ങൾ പറയുക. ഞങ്ങൾ പ്രശ്നത്തിൻ്റെ കാര്യത്തിൻ്റെ ഏറ്റെടുത്തത് ഇന്ന ഉദ്ദേശമാണ് അതിനുണ്ടായിരുന്നത്, വെച്ച പരികല്പനയുടേതായിരുന്നു, ഇന്ന രീതിയിലാണ് പഠനം നടത്തിയത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞ രൂപത്തിലേക്ക് നമുക്കൊരു ചെറിയൊരു സൂചന. അതിൽ പരിമിതികളടക്കമാണെങ്കിൽ ചിലർ പറയും കേട്ടോ. അപ്പോൾ ആ പ്രധാന കാര്യങ്ങൾ മാത്രം ഒന്ന് ചുരുക്കി നൽകുക. നമ്മൾ എവിടെയാണ് ഇത് ലിമിറ്റ് ചെയ്യണ്ടേ പഠനം? ലോകത്തെ കേരളത്തിലെ മൊത്തം നമുക്ക് പഠിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചില സൂചിപ്പിക്കും.
അതിൻ്റെ അടുത്ത പേജിലായിട്ടൊരു ആമുഖ പേജ് ഉണ്ടാവും. ആമുഖ പേജിൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മുഖവരിയായിട്ട് നമ്മൾ ഈ മേഖലയെ ബന്ധപ്പെട്ടതിനോട് കാര്യങ്ങൾ പറയണം. പിന്നെ പ്രോജക്റ്റ് ചെയ്യാനുള്ള സാഹചര്യം, എപ്പോഴാണ് നമ്മൾ ചെയ്തതിൻ്റെ സമയം, അതിൻ്റെ പരിമിതി എന്തൊക്കെയാണ് എന്ന രീതിയിലേക്ക്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന രീതിയിൽ അവിടെ നമ്മൾ സൂചിപ്പിക്കും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും അതെപ്പോഴും അതിൽ ആവശ്യമാണ്. ഈ പഠനം കൊണ്ട് ഇങ്ങനെ പഠിക്കുന്നതിന് ഗുണമുണ്ട് എന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒരു ലിഖിതമായൊരു കാര്യം ഉണ്ടായിരിക്കണം. അതിന് ഉണ്ടായ സാഹചര്യം, എത്ര സമയം കൊണ്ട് ഇത് ചെയ്തു തീർക്കാൻ എത്ര സമയമെടുത്തു. ഇപ്പോൾ ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പരിമിതികളടക്കം അതിൽ നമ്മൾ ഒരു പേജിലായിട്ടത് സൂചിപ്പിക്കും. അപ്പോൾ അടുത്ത പേജും നമുക്ക് എന്ത് എഴുതാം? ഈ പഠനത്തിൻ്റെ ലക്ഷ്യം, ലക്ഷ്യം അല്ലെങ്കിൽ പഠനത്തിൻ്റെ ഉദ്ദേശങ്ങൾ ഇങ്ങനെ അക്കമിട്ട് എഴുതണം. ഇന്ന കാര്യങ്ങൾ കണ്ടെത്തുക, പുഴയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പെരിയാറാണല്ലോ, പെരിയാറിൻ്റെ ഭാഗത്തുണ്ടാകുന്ന മലിനീകരണങ്ങൾ കണ്ടെത്തുക, അങ്ങനെ തുടങ്ങിയ രീതിയിലേക്ക് കൃത്യമായിട്ട് നമ്മളതിന് 1, 2, 3 ഉദ്ദേശങ്ങളിൽ 3 അങ്ങനെ എഴുതാം. അപ്പോൾ റിപ്പോർട്ടിലേക്ക് പരികല്പനയാണ് നമ്മൾ ആദ്യം അത് രൂപപ്പെടുത്തുക എന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിൽ എഴുതുമ്പോൾ രണ്ടാമതായിട്ട് പരികല്പനകൾ എഴുതി വയ്ക്കും. ഇന്ന പരികല്പനയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്, അപ്പോൾ അതവിടെ അക്കമിട്ട് എഴുതി വയ്ക്കണം. മൂന്നാമത്തെ ഘട്ടത്തിൽ പഠന രീതിയാണ്. നമ്മൾ ഇന്ന രീതി പരീക്ഷണമാണോ, നിരീക്ഷണമാണോ, സർവേ ആണോ? അപ്പോൾ ഒരു പരീക്ഷണത്തിലൂടെയാണ് ഈ പഠനം പൂർത്തീകരിച്ചത്. പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളതിന് ഉപയോഗിച്ച ഉപാധികൾ, ഇന്ന ടൂളുകൾ ഉപയോഗിച്ച് ഇന്ന ഉപാധികൾ, സർവേ ഫോം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ പരീക്ഷണത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ചില അത്തരം ഉപകരണങ്ങളൊക്കെ അവിടെ പറയാം. അത് വെച്ചുകൊണ്ട് ഇന്ന ഘട്ടങ്ങൾ ചെയ്തുകൊണ്ടാണ് കടന്നു പോയിട്ടാണ് നമ്മൾ. അപ്പോൾ ആദ്യം ഇന്ന് ചെയ്തു, അപ്പോൾ ആദ്യം എന്ന് പറയണ്ട, നമ്പറിട്ട് എഴുതാം. ഇന്നതെടുത്തു, അത് അതിലേക്ക് ഒഴിച്ചു, ഇത് ചെയ്തു, അങ്ങനെ കണ്ടു എന്ന രീതിയിലേക്ക് കൃത്യമായിട്ട് എഴുതി ഇങ്ങനെ പോവുക. അപ്പോൾ അതാണ് പഠന രീതി. പഠന രീതി എഴുതുമ്പോൾ അത്രയും കാര്യങ്ങൾ എഴുതണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ വിവരശേഖരണമാണ് എഴുതുക. വിവരശേഖരണത്തിന് നമ്മൾ ചിലപ്പോൾ 4 ഹെഡ്, 1, 2, 3, 4 ഹെഡിങ് ഇട്ട് എഴുതുക. വിവരശേഖരണം എന്ന് പറയുന്നത് അതിന് വേണ്ടി നടത്തിയ പ്രക്രിയ അക്കമിട്ട് എഴുതണം. നമ്മളെങ്ങനെയാണ് വിവരം ശേഖരിച്ചത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, രണ്ടാമത് എന്ത്. എപ്പോഴും നമ്മൾ വാരി പരത്തി പാരഗ്രാഫ് പോലെ എഴുതേണ്ട കാര്യമില്ല, അക്കമിട്ട് എഴുതുക. കാരണം റിപ്പോർട്ട് ഒരുപാട് വലുതാവും നന്നല്ല. അപ്പോൾ അതൊരാൾക്ക് വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അത് ഏതൊരു പഠിക്കാത്ത ആൾക്കും, അത്ര സാധാരണ പണിക്ക് പോകുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ധാരണയില്ലാത്ത ആൾക്ക് പോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതണമെന്നാണ് ഈ ശാസ്ത്രലോകം പറയുന്നത്. പിന്നെ ഇത് എഴുതി അക്കമിട്ട് എങ്ങനെയാണ് വിവരം ശേഖരണം നടത്തിയെന്ന് എഴുതി കഴിഞ്ഞാൽ ആ വിവരങ്ങളെ നമ്മളൊന്ന് പട്ടികപ്പെടുത്തുക, ക്രമീകരിച്ച് എഴുതണം. പട്ടികയോ ഗ്രാഫൊക്കെ ആക്കിയിട്ട് അത് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. അപ്പോൾ എഴുത്തും വായന അറിയാത്ത ആൾക്ക് പോലും ഒരു ബാർ ഡയഗ്രം കണ്ടാലോ, ഒരു ഫ്രീക്വൻസി പോളിഗൺ കണ്ടാലോ, ഒരു പൈ ഡയഗ്രം കണ്ടാലോ മനസ്സിലാകണം. അപ്പോൾ ആ രീതിയിലേക്ക് അതിനെ ആക്കണം. പിന്നെ അതിന് ശേഷം തുടർച്ചയുടെ ഇതിങ്ങനെ തുടർച്ചയുടെ എഴുതി പോവുക നമ്മൾ ചെയ്യുന്നത്. പിന്നെ അപഗ്രഥനമാണ്. അപ്പോൾ എന്ത് രീതിയിലാണ് നമ്മൾ അപഗ്രഥിച്ചത് എന്ന് സൂചിപ്പിക്കണം നമ്മൾ. അപ്പോൾ ഉദ്ദേശങ്ങളുടെ ക്രമത്തിൽ, അപ്പോൾ ഒന്നാമത്തെ ഉദ്ദേശം വെച്ചിട്ടുള്ള ഒരു അപഗ്രഥനം എഴുതും. പിന്നെ രണ്ടാമത്തെ ഉദ്ദേശം, അങ്ങനെയാണ് നമ്മൾ എഴുതി പോകേണ്ടത്. അവിടെയൊക്കെ പരികല്പന സൂചിപ്പിക്കണം. ഈ പരികല്പന ഞങ്ങൾ വെച്ചിരുന്ന പരികല്പന ഇതായിരുന്നു, പക്ഷേ നമ്മൾ കണ്ടെത്തൽ വെച്ച് നോക്കുമ്പോൾ ഈ പരികല്പന തെറ്റാണെന്ന് നമുക്ക് തെളിയാൻ കഴിഞ്ഞു. അതാണ് ഇന്ന കാര്യം എന്ന രീതിയിലേക്ക് അവിടെ പരികല്പനയെ മുൻനിർത്തിക്കൊണ്ട് മാത്രമേ അവിടെ അപഗ്രഥനം എഴുതാവൂ. അതാണ് ശരി. ഇനി അടുത്താണ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം കുറേ പരികല്പനയിൽ ഈ അപഗ്രഥനം കഴിയുമ്പോൾ കൃത്യമായ നിഗമനങ്ങൾ നമുക്കതിൽ നിന്നും രൂപപ്പെട്ട് വന്നിട്ടുണ്ടായിരിക്കും. ആ നിഗമനങ്ങളെ നമ്മൾ ഇതുപോലെ വാരിപ്പരത്തി എഴുതാതെ അക്കമിട്ട് 1, 2 നമ്മൾ കണ്ടെത്തലാണ് എഴുതുന്നത് അല്ലേ? അതിന് കണ്ടെത്തലുകളാണ് ശരിക്കും അവിടെ എഴുതുന്നത്. അങ്ങനെ കൃത്യമായിട്ട് എഴുതി നിഗമനമായിട്ട് വരുന്നത് നമ്മൾ കണ്ടെത്തൽ അക്കമിട്ട് എഴുതുക. പിന്നെ അങ്ങനെ വെച്ചതിൻ്റെ പ്രായോഗികത എന്താണ്? 7ാമത്തെ ഹെഡായിട്ട് നമ്മൾ എഴുതും, പ്രായോഗികതയാണ്. അപ്പോൾ നമുക്ക് ഇതുമായി ഈ കണ്ടെത്തൽ ഏതൊക്കെ മേഖലകളിലേക്ക് ഉപകാരപ്രദമാണ്, കൃഷിയുടെ മേഖലയ്ക്കുണ്ടോ, അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ വസ്തുക്കൾ സംസ്കരിക്കുന്നതിലേക്കുണ്ടോ, അങ്ങനെയൊക്കെ രീതിയിലേക്ക് നമുക്കതിന് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമ്മൾ കണ്ടെത്താൻ പറ്റണം നമുക്ക്. അപ്പോൾ ആ പ്രയോജനമൊക്കെ നമ്മൾ പറയും. അത് കഴിഞ്ഞ് നമ്മൾ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. നിർദ്ദേശം അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നമാണല്ലോ പഠിച്ചത്, പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയമേഖലയാവും, ചില പ്രശ്നമേഖലയാവും. ആ പ്രശ്നമാണെങ്കിൽ അതിന് പരിഹാര മാർഗം ഉണ്ടാവണം. വിഷയമാണെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കും, പരിഹാര മാർഗ്ഗങ്ങൾ. അപ്പോൾ അത് വെറുതെ ചെയ്താൽ പോരാ. ആ പരിഹാര മാർഗ്ഗം നമ്മൾ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ഥലത്ത് അത് പരിശോധിച്ച് നോക്കി അതിൻ്റെ മാതൃക കൂടി നമ്മളവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇന്ന രീതിയിൽ ചെയ്താൽ പറ്റും, ഇതെങ്ങനെ ചെയ്തു, നമ്മൾ ചെയ്തപ്പോൾ ഉണ്ടായ കണ്ടെത്തലുകളടക്കം അവിടെ പറയേണ്ടി വരും. ഇത്രയും കാര്യം കഴിയുമ്പോഴാണ് ആ പ്രോജക്റ്റ് റിപ്പോർട്ട് പൂർത്തിയാവുക. അതിന് ശേഷം നമ്മൾ അവലംബം കൊടുക്കണം. നമ്മുടെ റെഫറൻസ്, ഈ പഠനം നടത്താൻ വേണ്ടി നമ്മൾ ആധാരമാക്കിയ പുസ്തകങ്ങൾ, ആ എഴുതിയ ആളുടെ പേര്, കൊല്ലം, പുസ്തകത്തിൻ്റെ പേര്, ആരാണോ പബ്ലിഷ് ചെയ്ത് പബ്ലിഷറുടെ പേരടക്കം രീതിയിലേക്ക് എഴുതി വെക്കേണ്ടതുണ്ട്. 1, 2 ചില പഠനങ്ങൾ ചിലപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടാവാം.
അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മളവിടെ കൃത്യമായി ലിസ്റ്റ് ചെയ്തിരിക്കണം. റെഫറൻസ് അവലംബം എന്നാണ് നമ്മൾ പറയുക, അത് മലയാളത്തിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷാകുമ്പോൾ റെഫറൻസ് കൊടുക്കാം. അപ്പോൾ ഇതൊരാൾ വായിക്കുമ്പോൾ ആർക്കും വളരെ ആധികാരികമായാണ് ഈ മേഖലയിൽ, വിഷയമേഖലയിൽ ഈ കുട്ടി അല്ലെങ്കിൽ ഈ വ്യക്തി അന്വേഷണം നടത്തിയിരിക്കുന്നത്, കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു പഠനത്തിൻ്റെ ഒരു ആധികാരികതയെ കാണിക്കുന്നൊരു കാര്യം കൂടിയാണ്. അവിടെ ഒരാളും അത് ചെയ്യാതിരിക്കരുത്. പിന്നെ അനുബന്ധമാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ടാവും എഴുതാം, പക്ഷേ എല്ലാം കൂടി അവിടെ എഴുതുന്നത് മറ്റുള്ളവർക്ക് വായനാക്ഷമതയെ അത് ബാധിക്കും, വായന സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കുറേ വിവരങ്ങളുണ്ടെങ്കിൽ എല്ലാ വിവരം കൂടി അവിടെ ക്രോഡീകരിച്ച വിവരം മാത്രമേ നമ്മൾ അവിടെ എഴുതുള്ളൂ. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഉപാധികൾ, ഇപ്പോൾ കുറേ സർവേ ഫോർമാറ്റ് ഉണ്ടാക്കി അത് അവിടെ വയ്ക്കാറില്ല. അത് അവസാനത്തെ പേജിൽ അനുബന്ധം 1, അനുബന്ധം 2, അനുബന്ധം 3 എന്ന രീതിയിലേക്ക് നമ്മൾ അപ്പൻഡിക്സ് 1, അപ്പൻഡിക്സ് 2 അങ്ങനെ രൂപത്തിൽ നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ അത് കണ്ടാൽ അറിയാം ഈ പഠനത്തിന് അവിടെ നമ്മളിപ്പോൾ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് അനുബന്ധം 1 ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മൾ വിവരശേഖരണ പ്രക്രിയ പറയുമ്പോൾ ഇന്നത് ഉപയോഗിച്ച് വിവരശേഖരണം നടത്തി. അപ്പോൾ അനുബന്ധം 1 അല്ലെങ്കിൽ അനുബന്ധം 2 അവിടെ സൂചിപ്പിച്ചിരിക്കും. അപ്പോൾ ഒരാൾക്ക് നോക്കണമെങ്കിൽ അത് പിൻഭാഗത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതൊന്ന് റിപ്പോർട്ടിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വായനയെ അത് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൻ്റെ ഘടനയൊക്കെ അത് വല്ലാതെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നമുക്ക് കുറേ വിവരം, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മിഠായി, ശീതളപാനി തുടങ്ങിയവയിൽ ഒരുപാട് രാസവസ്തുക്കളുണ്ട് വിചാരിക്കുക. ആ രാസവസ്തുക്കൾ മുഴുവൻ പട്ടിക അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ജനറൽ ഫോം എല്ലാം കൂടി ക്രോഡീകരിച്ച ഒരു കാര്യമായിരിക്കും അവിടെ കൊടുക്കുള്ളൂ. പക്ഷേ ഇതിൻ്റെ വലിയ വിശദമായ പട്ടിക നമുക്ക് ഓരോ 10-13 വിഭാഗം രാസവസ്തുക്കളുണ്ട്. അതിൽ ആ ഓരോ വിഭാഗത്തിൽ ഏതൊക്കെ വരുന്നു, അവ എങ്ങനെയാണ് ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നുള്ള പട്ടികയൊക്കെ ബാക്കിൽ കൊടുക്കേണ്ടി വരും. അതിടയിൽ കൊടുത്താൽ പിന്നെ പഠന റിപ്പോർട്ടിൻ്റെ ജീവൻ പോവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല ആരും. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളൊക്കെ നമ്മൾ ക്രമനമ്പർ ഇട്ട് റിപ്പോർട്ട് തയ്യാറാക്കാം. ഈ റിപ്പോർട്ട് തയ്യാറാക്കി ഇത്രയും ഘട്ടങ്ങൾ മതി റിപ്പോർട്ട് എഴുതാൻ. അപ്പോൾ അതിന് വേണമെങ്കിൽ നന്ദി എന്ന് പറയുന്ന ഭാഗം സാധാരണയായിട്ടത് അവസാനം കൊടുക്കാറുണ്ട്. ഒരു നന്ദിയുടെ പേജ് ആദ്യം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്ദി കഴിഞ്ഞ് നമുക്കത് സാക്ഷ്യപത്രം കൂടി കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നന്ദി കൊടുക്കാം, അങ്ങനെയും ചെയ്യാറുണ്ട് പലപ്പോഴും. അത് എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുന്നത്, അത് എവിടെയായാലും കുഴപ്പമൊന്നുമില്ല. പൊതുവെ നമ്മൾ ചെയ്യാറ് ശാസ്ത്ര പ്രോജക്റ്റുകൾക്ക് പലപ്പോഴും ലാസ്റ്റാണ് കൊടുക്കാറ്. സിനിമയെ കാണുമ്പോൾ നന്ദി എഴുതി കാണിക്കാറുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഇതെനിക്ക് തോന്നുന്നു പ്രസ്താവനയും സാക്ഷ്യപത്രം കഴിഞ്ഞ് നന്ദി കൊടുക്കാം, സമഗ്രത്തിന് മുമ്പ് കൊടുക്കുമ്പോൾ കുറച്ച് നന്നായിരിക്കും. പിന്നെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്തു, നിങ്ങൾ എപ്പോഴാണ് ചെയ്തതൊക്കെ റിപ്പോർട്ട് മാത്രം കണ്ടാലല്ല ആര് ചെയ്തായിരിക്കും ആർക്കും നിശ്ചയമുണ്ടാവില്ല. നിങ്ങൾ തന്നെ ചെയ്ത പഠനമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ബന്ധപ്പെട്ട് ഡയറി ഉണ്ടാവണം, പ്രോജക്റ്റ് ഡയറി എന്ന് പറയും. അപ്പോൾ നമുക്ക് പഠനത്തിൽ പ്രശ്നം രൂപപ്പെട്ടത് ബന്ധപ്പെട്ട് എപ്പോൾ രൂപപ്പെട്ടു എന്നെ അത് വളരെ ഡയറി പോലെ എനിക്ക് എഴുതാവുന്ന കാര്യമാണ്. അതാണ് ഡയറി എന്ന് പേര് വരാൻ കാരണം. പിന്നെ പരികല്പന എങ്ങനെ രൂപീകരിച്ചു, എന്തുകൊണ്ടാണ് പരികല്പന അങ്ങനെ രൂപീകരിക്കാൻ കാരണമായത് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ പ്രോജക്റ്റിൻ്റെ ആസൂത്രണം ചെയ്ത് പഠന രീതി, ഇത് പരീക്ഷണം തീരുമാനിച്ചു, ഉപാധികൾ ഇന്നതാക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ, പഠനകാലം ഇത്ര സമയം നമ്മൾ ഓരോ മാസം ചെയ്ത കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതും. ഒരു വിവരശേഖരണം നമ്മൾ നടത്തി എങ്ങനെയാണ്, അപ്പോൾ ഒരു പ്രസക്ത വിവരങ്ങൾ, വേണ്ടത്ര വിവരങ്ങൾ അനുയോജ്യമായ രീതിയിൽ തന്നെ വിവരശേഖരണം നടത്തി ഇങ്ങനെ വിവര സ്രോതസ്സുകളെ സോഴ്സസ് നമ്മൾ പരിഗണിച്ചു അല്ലെങ്കിൽ വിവരശേഖരണം നടത്താൻ ഉപയോഗിച്ചു. അതുപോലെ തന്നെ വിവരങ്ങളുടെ ക്രമീകരണം ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, ക്രോഡീകരണം പട്ടികയും ഗ്രാഫും ചിത്രങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അതെങ്ങനെ ചെയ്തു, അത് ആദ്യമല്ല ഒരുപക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ അത്തരം അത് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കാം സഹായത്തിന് വേണ്ടി. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുക അവിടെ. പിന്നെ അപഗ്രഥം, നിഗമനം, അതിൻ്റെ പ്രായോഗിക നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ തയ്യാറാക്കിയതിന് പിന്നിൽ അതാത് സമയത്ത് തന്നെ തത്സമയം തന്നെ നമ്മളതിന് കുറിപ്പുകൾ അതിലുണ്ടായിരിക്കണം. ഇന്ന ഡേറ്റിനാണ് പഠനം വിവരശേഖരണം തുടങ്ങിയത്, നമ്മളതിൻ്റെ ആലോചന തുടങ്ങി ആദ്യം ആസൂത്രണം നടത്തി ഇന്ന സമയത്തായിരുന്നു, പിന്നെ റിപ്പോർട്ട് തയ്യാറാക്കിയ കാലം ഈ സമയത്തായിരുന്നു. അപ്പോൾ നമ്മൾ നേരിട്ട കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളതിൽ സൂചിപ്പിക്കുകയായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഡയറി പോലെ ആയതുകൊണ്ട്, പക്ഷേ ഇത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് നമ്മൾ സാധാരണ. പിന്നെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയതിന് പ്രോജക്റ്റ് അവതരണം നടത്തുന്നത് ഏത് രീതിയിലായിരുന്നു ഉദ്ദേശിക്കുന്നത് എൻ്റെ മനസ്സിലുള്ള. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളവിടെ ഇന്ന സമയത്ത് നമ്മൾ പ്രോജക്റ്റ് അവതരണം നടത്തും. അപ്പോൾ അതിൻ്റെ കാലാനുസൃതവും സമയാനുസൃതവുമായിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ തത്സമയ രേഖപ്പെടുത്തലാണ്. അതാത് സമയത്തിന് രേഖപ്പെടുത്തി പോയൊരു കാര്യം നമ്മുടെ കയ്യിലുണ്ടാവണം. അതാണ് നിങ്ങളുടെ ഈ പഠനം നിങ്ങൾ തന്നെ തനതായി ചെയ്തത് എന്നുള്ള തെളിവാണത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ ഇനി പ്രോജക്റ്റ് അവതരിപ്പിക്കണം. നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾ ചെയ്തൊരു പ്രവർത്തനമാണ്, അന്വേഷണമാണെങ്കിൽ പ്രോജക്റ്റ് അവതരിപ്പിക്കണം ഏതെങ്കിലും വേദിയിൽ. ഇപ്പോൾ ശാസ്ത്രമേളയിലാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട അതിൽ ഒരുപാട് കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു 5-10 മിനിറ്റാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ പഠനത്തിൻ്റെ ശീർഷം
ശീർഷകം എന്താ വെച്ചാൽ ടൈറ്റിൽ എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ വിഷയം അല്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ അത് നമ്മളെ വിഷയം നമ്മളവിടെ മുകളിൽ കൊടുക്കും. അത് കഴിഞ്ഞാൽ സാഹചര്യം പ്രസക്തിയും മാത്രം നമ്മളവിടെ പറയും. ഇതിൻ്റെ സാഹചര്യത്തിലാണത് ഉണ്ടാവാൻ കാരണം 1-2 വരികളിൽ നമ്മൾ പറയുക. അത് ഒരു പ്രാധാന്യം ഇതാണ്, പ്രസക്തി ഇന്നതാണ് ഈ പഠനത്തിൻ്റെ രീതിയിൽ പറയണം. പിന്നെ ഉദ്ദേശങ്ങൾ അക്കമിട്ടും പഠനത്തിൽ പറഞ്ഞ ഉദ്ദേശങ്ങൾ എത്ര എണ്ണം ഉണ്ടോ അത്രയും അവിടെ ലിസ്റ്റ് ചെയ്യണം. ഒരു സ്ലൈഡായിട്ട് ഉപയോഗിച്ച് സ്ലൈഡ് തയ്യാറാക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചാർട്ടിൽ എഴുതി കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. ഇപ്പോൾ പുതിയ രീതി ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. കാലം മാറി. അപ്പോൾ നമ്മൾ ഇനി ഒരു പക്ഷേ നേരിട്ടുള്ള രീതിയിലൊന്നും ആവില്ല പ്രോജക്റ്റ് അവതരണം വരിക. അപ്പോൾ സ്ലൈഡുകൾ ഉണ്ടാക്കണം. LCDയിൽ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട്. പ്രസൻറ്റേഷനൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചതാണല്ലോ, അപ്പോൾ അത് വെച്ച് ചെയ്യാൻ കഴിയും. പിന്നെ ഓരോ സ്ലൈഡിൽ അതാക്കുക. പഠന രീതിയും അതിൻ്റെ ഘട്ടങ്ങളും. അപ്പോൾ പരീക്ഷണമാണെങ്കിൽ പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങൾ നമ്മൾ അക്കമിട്ടതിൽ ലിസ്റ്റ് ചെയ്യണം. അതിന് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രധാന കണ്ടെത്തലുകളും നിഗമനങ്ങളും ഇന്ന കാര്യം കണ്ടെത്തലുകളൊക്കെ അക്കമിട്ട് എഴുതുക. കണ്ടെത്തലുകളും അതിൽ നിന്ന് നിഗമനങ്ങൾ എന്തുണ്ടായി എന്നുള്ളതിൽ എഴുതുക. പിന്നെ പ്രായോഗിക പ്രശ്നപരിഹാരത്തിനായി തയ്യാറാക്കിയ മാതൃകകൾ നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം ഇങ്ങനെ നമുക്ക് പരിഹരിക്കാം. അപ്പോൾ അതിനിങ്ങനെ ഒരു മാതൃക ഞങ്ങൾ ഉണ്ടാക്കി നോക്കി, അത് ചെയ്ത് നോക്കി, അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കിട്ടി എന്ന രീതിയിലേക്ക് നിങ്ങൾക്കത് പറയാൻ പറ്റണം. അത്രയും കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവതരിപ്പിച്ച പ്രോജക്റ്റ് അവതരണമായി. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുരുക്കി നല്ല ആശയവിനിമയക്ഷമതയോടെ അവതരിപ്പിക്കണം. നിങ്ങളവിടെ വളരെ സാവകാശം എടുത്തുകൊണ്ട് നല്ല വൃത്തിയായി ഒരാൾക്ക് സംശയമില്ലാത്ത രൂപത്തിൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചാർട്ടുകൾ ഉണ്ടാക്കാം, ചില മാതൃകകൾ ഉണ്ടാക്കി കൊണ്ടുപോകാം. ചിലപ്പോൾ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ലൈഡ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കി കൊണ്ടുപോകാം. പിന്നെ ചില പരീക്ഷണ പ്രവർത്തനങ്ങളടക്കം ഉൾപ്പെടുത്താം. ആ പരീക്ഷണം അവിടെ കാണിക്കാൻ ചിലപ്പോൾ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണെങ്കിൽ ആ ഇരിക്കുന്ന വേദിയിൽ എല്ലാവരെയും അത് ചെയ്ത് കാണിക്കാൻ വേണമെങ്കിൽ 2-3 മിനിറ്റ് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ തനത് കണ്ടെത്തലായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാമ്പായിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ ഈ പ്രക്രിയ പാലിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ മാഷിന്നിവിടെ പറയുന്നുള്ളൂ. പ്രോജക്റ്റ് എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, റിപ്പോർട്ട് എങ്ങനെയാവണം, അതിൻ്റെ അവതരണം എങ്ങനെയാവാം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ സമയം കൊണ്ട് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ അത്ര കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നല്ല രീതിയിൽ ഈ വർഷം നിങ്ങളുടെ വിഷയമേഖലയെ ബന്ധപ്പെട്ട് നിങ്ങളുടെ കൊച്ചു മനസ്സിലേക്ക് വന്ന കൊച്ചു ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു വിഷയം തീരുമാനിച്ച് കൃത്യമായ ശാസ്ത്രീയമായ രീതി അതിനെ അവലംബിച്ച് പരികല്പനകളൊക്കെ വെച്ച് കൃത്യമായ ഉദ്ദേശങ്ങൾ വെച്ച് അതിനൊക്കെ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന പ്രശ്നമാണ് നിങ്ങൾ അധ്യാപകരിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ അധ്യാപകർ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ സഹായിക്കും. ഇന്ന രീതിയും കൂടി ചെയ്താൽ നന്നാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കൊച്ചു മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഈ പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഒരുപക്ഷെ നമുക്ക് അതിൽ ഉൾപ്പെട്ട് വരാവുന്ന എല്ലാ ഘടകങ്ങളെയും നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അധ്യാപകരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുതിർന്ന ആൾക്കാരും ചോദിക്കുമ്പോഴായിരിക്കും ഈ ഒരു ഘടകം പ്രധാനമാണല്ലോ. നേരത്തെ തൊട്ടാവാടിയുടെ കാര്യം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മളത് വിചാരിക്കുള്ളൂ. പക്ഷേ എന്തെല്ലാം ഘടകങ്ങളാണ് തൊട്ടാവാടിയില്ല പൂർവസ്ഥി പ്രാപിക്കാൻ സ്വാധീനിക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ ആ ചെയ്യുന്ന പ്രവർത്തനം ഇടയിലാവും ചിലപ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ധാരണകൾ വരിക. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ പ്രോജക്റ്റ് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമ്മളതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കണം, പട്ടികപ്പെടുത്തണം, ഗ്രാഫ് ഉണ്ടാക്കണം. അത് വളരെ ചെറിയ റിപ്പോർട്ടുകളെ ആവാം, ഒരുപാട് പേജൊന്നും വേണ്ട കാര്യമില്ല. പക്ഷേ ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നിൽ അനുബന്ധമാക്കി വയ്ക്കാം. ആ ബോഡി ഓഫ് ദി റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കണം. ഇങ്ങനെ ഓരോ പേജും കൃത്യമായി പറഞ്ഞ പോലെ വളരെ ചുരുക്കിയിട്ട് ചെയ്യേണ്ട രൂപത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ വർഷം ഇനി ജീവിതത്തിലുടനീളം ഒരു ശാസ്ത്രീയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നിങ്ങളുടെ വിവിധ വിഷയങ്ങൾ ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ UP തലത്തിൽ നമുക്ക് ശാസ്ത്ര പ്രോജക്റ്റുകൾ, ഗണിതമായിട്ട് പ്രോജക്റ്റുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഏത് വിഷയമാവട്ടെ, ഹയർ സെക്കൻഡറി തലത്തിൽ വരുമ്പോൾ വൈവിധ്യമാർന്ന വിഷയങ്ങൾ പഠിക്കുന്നുണ്ട്. ആ വിഷയങ്ങൾ അത് സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളുണ്ട്, ശാസ്ത്ര വിഷയങ്ങളുണ്ട്, ഗണിത ശാസ്ത്ര വിഷയങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങിയ മേഖലയിലൊക്കെ അനുയോജ്യമായ പ്രശ്നങ്ങൾ അനുസൃതമായി ചില വിഷയം കണ്ടെത്തി പഠനം നടത്താൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.